നമസ്കാരം. ഇന്ന് നമ്മൾ പോട്ട്പോറിയാണ് ചെയ്യാൻ പോകുന്നത്. പോട്ട്പോറി എന്ന് പറയുമ്പോൾ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാൽ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാവും. പോട്ട്പോറി ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഡ്രൈ ഫ്ലവർ. എന്ത് വേണമെങ്കിലും നമുക്ക് ഡ്രൈ ഫ്ലവറായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ഹൈഡ്രാഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം ഉണങ്ങി തുടങ്ങിയിട്ടുള്ള ഒരു ഹൈഡ്രാഞ്ചിയാണ്. ഗ്രീൻ കളറിലേക്ക് മാറി, കണ്ടില്ലേ? ഞാനത് ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ഷെയ്ഡിൽ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതായത് വേണമെങ്കിൽ ഈ പൂക്കളെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, ഒട്ടും നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിത് ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്തു. ഡീറ്റെയിൽ ആയിട്ടൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല, കണ്ടില്ലേ? കുറച്ച് കളേഴ്സ് വേണമെന്ന് തോന്നിയോണ്ട് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. കളർ ചെയ്തിട്ട് പെയിൻറ്റ് നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതിന് വേണ്ടത് എസൻഷ്യൽ ഓയിലാണ്. നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ലെമൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് 800 ആണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒരു 200 മുതലൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ എസൻഷ്യൽ ഓയിൽ ഈ ഡ്രൈ ഫ്ലവറിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്ര ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് എത്രത്തോളം മണം ഇഷ്ടമാണോ അതനുസരിച്ച് ആഡ് ചെയ്യുക. ഈ എസൻഷ്യൽ ഓയിലിൻ്റെ ഒരു ഡ്രോപ്പിനൊക്കെ തന്നെ നല്ല മണമായിരിക്കും. അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. എത്രത്തോളം മണം നമുക്ക് വേണമെന്നുണ്ടോ അതനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കണം. ഇങ്ങനൊരു 2 ആഴ്ചയെങ്കിലും നമ്മളിത് അടച്ചു വെക്കണം. അപ്പോൾ പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എസൻഷ്യൽ ഓയിലാണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതങ്ങനെ സംഭവിക്കാതെ ഈ ഡ്രൈ ഫ്ലവേഴ്സിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ 2 ആഴ്ചയൊക്കെ നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ അത് നന്നായിട്ട് അബ്സോർബ്ഡ് ആവും. പിന്നെ മണം കുറേ നാൾ നിൽക്കും, പെട്ടെന്ന് നഷ്ടപ്പെടില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ഇനി ഇത് നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ്. ഇതിന് ഒരു 250-300 ഇടയിലാണ് വരുന്നത്. സാധാരണ എക്വേറിയം ഷോപ്പിലോ അതല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്ന കടയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടെയ്നറിലാക്കി ഇത് ഡിസ്പ്ലേ ചെയ്യാൻ റെഡിയായി. പോട്ട്പോറി എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഹോം മെയ്ഡ് എയർ ഫ്രഷ്നറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മണം 1 മാസത്തോളമൊക്കെ നിൽക്കും. അത് കഴിഞ്ഞ് മണം ഇല്ലാതെയാവും, ഓയിലല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ചെയ്ത പോലെ ഇതെടുത്ത് അതിൽ ഓയിൽ ഇട്ട് അടച്ചു വയ്ക്കാം. 2 ആഴ്ച അടച്ചു വയ്ക്കുക. തിരിച്ച് ഇതേപോലെ കണ്ടെയ്നറിലാക്കി വീണ്ടും എയർ ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.